ഈ വേദിയിലും സദസ്സിലും നിറയെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് വളരെ സുഹൃത്തുക്കളായിട്ടുള്ളവരും ഞാൻ വളരെ ബഹുമാനിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരുടെയും പേരെടുത്ത സമയം കളയുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും, വളരെ നാളുകൾക്ക് ശേഷം എൻ്റെ സുഹൃത്ത് മോഹൻ സിത്താരയ്ക്ക് ഇങ്ങനെയൊരു ആദരവ്, അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് ഇത്രയും പേര് നമ്മൾ ഒന്നിച്ചു കൂടിയതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ വല്ലാത്ത സന്തോഷമുണ്ട്. മോഹൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട് എത്തണമെന്ന് പറഞ്ഞപ്പോൾ, മോഹൻ ഒത്തിരി 14-15 പടം ചെയ്ത എൻ്റെ കൂടെ ചെയ്ത ആളാണ് മോഹൻ. 1-2 പടമല്ല. അപ്പോൾ മോഹനെ വിളിച്ചിട്ട് പറയുകയാണ്, അപ്പൊ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രോഗ്രാം, എറണാകുളത്തുള്ള ഒരു പ്രോഗ്രാം ഞാൻ മാറ്റി പറഞ്ഞു വെച്ചിട്ടാണ് മോനോട് പറഞ്ഞ് ഞാൻ വന്നിരിക്കും. കാരണം ഈ സിനിമ എന്ന് പറയുന്ന മായിക പ്രപഞ്ചത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ ചുറ്റും ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? വിജയികൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു സിനിമ. ആ ജ്വലനം നിന്നുപോയാൽ മറക്കാൻ ശ്രമിക്കുന്നവരാണ് സിനിമാക്കാർ. ആ വന്ന വഴി ഒരാൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ മാറി നടന്നു പോകാനായിട്ട് ഇഷ്ടപ്പെടും. ആ സമയം ജ്വലിച്ച് നിൽക്കുമ്പോൾ എന്നെ കണ്ടില്ലേ ചേട്ടാന്നും പറഞ്ഞ് പുറകെ ചുറ്റും കൂടും. അതാണ് സിനിമയുടെ മാത്രമുള്ള. രാഷ്ട്രീയത്തിൽ പോലും അതില്ല എന്നാണ്, അത്രയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം മറക്കാൻ ശ്രമിക്കും ജ്വലനം കുറഞ്ഞു പോയാൽ. അതാണ് സിനിമയുടെ പ്രത്യേകത. ഒരിക്കൽ ജ്വലിച്ചു നിന്ന, ഞാൻ പറഞ്ഞില്ലേ, ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിയാണ്. ബിസി കൊണ്ടൊക്കെ എൻ്റെ തന്നെ ഒരു വർഷം 2-3 പടം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ബിസി ആയിട്ട് കൂടിയിട്ട് ഈ ഊമപ്പെടലൊക്കെ ചെയ്യുമ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ പേരെന്താ ചേട്ടാ നീ ചോദിക്കും. ഞാൻ പറഞ്ഞ ഈ ഇരിക്കുന്ന എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ മറന്നു. ബിസി ആയിട്ട്, അത്ര ബിസി ആയിട്ട് മലയാള സിനിമയിൽ നിന്ന ഒരാളാണ് മോഹൻ സിത്താര. 86 1 മുതൽ 0 വരെ എനിക്ക് തോന്നുന്നു എത്രയോ വർഷത്തെ 30-35 വർഷമായില്ലേ, 36 വർഷം. കാരണം ആദ്യമായിട്ട് അദ്ദേഹം ചെയ്ത ഈ 1 മുതൽ 0 വരെ എന്നുള്ള ചിത്രം വലിയ വിജയിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് കയറിയ സമയമാണ്. ഞങ്ങൾ കുറേ സുഹൃത്തുക്കളെല്ലാം കൂടി സിനിമയുടെ പ്രകടനമൊക്കെ ആയിരുന്നു ചെയ്യാൻ. ഈ പത്മരാജൻ സാറിനെയൊക്കെ കാണാനായിട്ട് ഒരു 100 പ്രാവശ്യങ്ങളും പോയിട്ടുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറാനായിട്ട് കിട്ടിയിട്ടില്ല. അവസാനം നേരെ ഡയറക്ടറായത്. അപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാ സുഹൃത്തുക്കളും കൂടി 5-6 പേര് ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവരിൽ നിന്നെല്ലാം കാശൊക്കെ കടം മേടിച്ച് ഒരു പടം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഡയറക്ഷൻ SL ഗുരു ആനന്ദേട്ടനായിരുന്നു. അന്ന് ഈ 1 മുതൽ 0 വരെ വളരെ പേരെടുത്ത് നിൽക്കുന്ന സമയത്ത് മോഹൻ സിത്താര, ഞങ്ങൾ അങ്ങനെയാണ് മോഹൻ ആ പടത്തിന്, ഞാൻ നിർമ്മിച്ച പടത്തിന് സംഗീത സംവിധാനം ചെയ്തു. ബിച്ചു തിരുവല്ല ആയിരുന്നു എൻ്റെ ഗാനങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് മോഹനുമായിട്ടുള്ള തുടക്കം. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞ് എനിക്ക് ആദ്യ കാലങ്ങളിൽ മോഹനുമായിട്ടുള്ള ഞങ്ങളുടെ കോമ്പിനേഷൻസ് കുറവായിരുന്നു. കാരണം ഞാൻ കണ്ണൂർ രാജേട്ടന്, അതുപോലെ തന്നെ ആദ്യം ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പടത്തിലൊരു ആലപ്പി വിവേകാനന്ദൻ എന്നും പറഞ്ഞൊരു പുതിയ ആളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ശിവായിലുകൾ വന്നപ്പോൾ SP വെങ്കടേഷായിരുന്നു. കല്യാണ സൗന്ദര്യം വന്നപ്പോൾ ജോൺസൺ ആയിരുന്നു. അതിൻ്റെ കൊട്ടാരം വന്നപ്പം ഇളയരാജ സാറായിരുന്നു. അത് കഴിഞ്ഞ് ആകാശഗംഗ സംഭവം വന്നപ്പോൾ അത് ബേണി ഇഗ്നീഷ്യസ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള 2ാമത്തെ പ്രണയം തുടങ്ങുന്നത്. അതായത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള ചിത്രത്തിൽ. അവിടെ തൊട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങൾ വാസന്തി, ലക്ഷ്മിയും, കരിമാടിക്കുട്ടൻ, ദാദാ സാഹിബ്, രാക്ഷസ രാജാവ്, ഊമപ്പെണ്ണ്, മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും, ഇങ്ങനെ 14ഓളം ചിത്രങ്ങൾ ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഡയറക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു യാത്രയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എന്തൊരു യാത്രയാണ്. അത്രയും യാത്ര ഒരുമിച്ച് ചെയ്ത, മലയാള തനിമയുള്ള ഒത്തിരി പാട്ടുകൾ ചെയ്ത വാസന്തിയിലെ യഥാർത്ഥത്തിൽ മോഹൻ റെക്കോർഡിങ് കഴിഞ്ഞോ പറഞ്ഞു, 4 ലക്ഷം നാഷണൽ അവാർഡ് കിട്ടി ചേട്ടാ എന്നൊക്കെ പറഞ്ഞു.
എനിക്കും കിട്ടിയേക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, മോഹനും കിട്ടിയേക്കും. പക്ഷെ അവാർഡും കൊണ്ടുപോയത് എം ജി ശ്രീകുമാറാണ്. ചാന്ത് പൊട്ടും ചങ്കയിലെ സിനിമയാണ് നാഷണൽ അവാർഡ് കിട്ടിയത് അതിനകത്ത്. അങ്ങനെ എത്രയോ പാട്ടുകൾ, എത്രയോ ഈണങ്ങൾ ഉണ്ടാക്കിയ മോഹൻ്റെ ഈ അന്നേ എനിക്കൊരു സത്യം എനിക്കറിയായിരുന്നു, മോഹൻ്റെ ഉള്ളിലൊരു ഡയറക്ടറാകണമെന്ന് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സിനിമയിൽ പാട്ടൊക്കെ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചേട്ടാ അത് നന്നായിട്ടും കേട്ടാ, ആ വിഷ്വലിനെ പറ്റി സംസാരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണല്ലേ. സാധാരണ അങ്ങനെ സംഗീതത്തിൻ്റെ പുറകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴും ഓരോ പാട്ടും വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് മോഹൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വരും കാത്തിരിക്കണം എന്നുള്ളത്, ഞാൻ ഡയറക്ടറായിട്ട് വരും കാത്തിരുന്നോളൂ, ഈ വിഷ്വൽ കണ്ടോളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നെനിക്ക് തോന്നുന്നത്. അതിന് എല്ലാവിധ ആശംസകൾ കൊണ്ട് മോഹന. ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കാൻ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം, മോഹനെ പോലെ ഈ ദേവരായ മാഷിന് ശേഷം ഈ മലയാള തനിമയുള്ള, നമ്മളറിയാതെ മലയാളത്തിൻ്റെ തനിമയും നമ്മളറിയാതെ താളം പിടിച്ചു പോകുന്ന അത്തരം ഉടുക്കുകുട്ടിപ്പാട്ടിൻ്റെ ശൈലിയുള്ള അത്തരം ശീലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധായകർ കുറവാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് മോഹന് ശേഷം ഞാൻ കുറേ പടങ്ങൾ ചെയ്തത്. അത്ഭുത ദീപം അതുപോലെയുള്ള ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത 19-ാം നൂറ്റാണ്ട് വരെ 5-6 പടം ചെയ്തത് എം ജയചന്ദ്രൻ എഴുതിയിട്ടാണ്. ഞാൻ പറഞ്ഞു, എം ജയചന്ദ്രൻ നീ മോഹനെ കണ്ടാണ് നീ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ജയചന്ദ്രൻ കേട്ടോ. മോഹൻ്റെ ശീലകളാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ. തീർച്ചയായിട്ടും മോഹൻ്റെ ഈ ആഗ്രഹം സാധിക്കട്ടെ, നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോടെ നിർവഹിക്കുന്നു.